കൂട്ടുകാരെ, ഇത് കണ്ടോ? ഈ വീടും ആ വീടുള്ള സ്ഥലവും വിൽപ്പനയ്ക്കാണ്. ഇത് എൻ്റെ ഒരു പരിചയത്തിലുള്ളൊരു ഇത്തയുടെ വീടാണ് കേട്ടോ. അവർ ഇത്തിരി പെട്ടെന്ന് അവർക്കൊരു സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വീടാണ്. നമുക്കൊന്ന് വീട് കാണാം. ഇത് വരുന്നത് 4 സെൻറ്റ് സ്ഥലത്തിലാണ്. ഇവർ ഇതുപോലെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. 4 വർഷം മുമ്പ് ഒരു സെൻറ്റിന് 3.5 ലക്ഷം രൂപയ്ക്കാണ് ഇവരത് വാങ്ങിച്ചത്, വീടിന് വേറെ. അങ്ങനെ ഇപ്പോൾ അവർ 22 ലക്ഷം രൂപയ്ക്ക് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ലാഭമൊന്നുമില്ല, അവരിറക്കിയ പൈസ അവർക്ക് കിട്ടണം. നല്ല സൗകര്യമുള്ള വീടാണ്. നമുക്കൊന്ന് വീടിൻ്റെ ഉള്ളൊക്കെ കാണാം. ഇതിരിക്കുന്നത് മന്നത്തുനിന്ന്, എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ മന്നത്തുനിന്ന് തത്തപ്പള്ളിക്ക് പോകുമ്പോൾ മില്ലുപടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതായത് മന്നത്തുനിന്ന് ഒരു എസ് വളവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ മില്ലുപടി സ്റ്റോപ്പിൽ നിന്ന് ഒരു 900 മീറ്റർ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. നല്ല വഴിയൊക്കെ ഉള്ള, നല്ല കിണർ വെള്ളം ഒക്കെ ഉള്ള ഒരു വീടാണിത്. നമുക്ക് വീട് കാണാം. ഇതാണ് കേട്ടോ. ഇനി അകത്തോട്ട് പോവാം. ഇതാ നമ്മൾ അകത്തോട്ട് കയറാണ്. കയറി വരുന്നത് ഒരു ഹാളിലാണ്. പിന്നെ 2 ബെഡ്റൂം ഈ സൈഡിലായിട്ടുണ്ട്. കണ്ടോ ബെഡ്റൂം. ഇത് 2ാമത്തെ ബെഡ്റൂം. ഈ സൈഡിലായിട്ട് ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് വച്ചിട്ടുള്ള ഒരു റൂമുണ്ട്. പിന്നെ ഇതൊരു വർക്ക് ഏരിയ പോലെ സൈഡിലുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അതുപോലെ പുറത്തൊരു ബാത്റൂം ഉണ്ട്. ഇത് കിച്ചനാണ്. കിച്ചൺ ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു കിച്ചനാണ്. ഇറക്കുമ്പോൾ നേരെ ചെല്ലുന്നത് കിണറാണ്. ഇതൊരു ഹൈലൈറ്റാണ് കേട്ടോ. ഒരിക്കലും വറ്റാത്ത നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് ഇത്. പിന്നെ ബാക്കിൽ അത്യാവശ്യം സ്പേസിങ് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അലക്കുകല്ലൊക്കെ ഉണ്ട്. അത്യാവശ്യം കോഴീനെയൊക്കെ വളർത്താനുള്ള ഒരു സൗകര്യമുണ്ട്. ഇതാണ് നമ്മളുടെ വീട്. മുകളിലോട്ട് കയറാനായിട്ട് ഒരു കോവണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഏരിയ ആണ് കേട്ടോ. നല്ല ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ താമസിക്കുന്ന ശാന്തമായ ഒരു വീടാണ്. കുറഞ്ഞത് ഇവർക്ക് 22 കിട്ടിയാലേ ഇവർക്ക് ഒരു മുതൽ കാശെങ്കിലും കിട്ടൂ. ഇപ്പോൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച വീടാണ്. പക്ഷേ എനിക്ക് ഇത്രയും ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട്, ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ സ്ഥലം വാങ്ങാൻ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളെക്കുറിച്ചൊരു ഐഡിയ കിട്ടുക. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പറുണ്ട്.